അറിയാൻ, അറിവ് പകരാൻ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരായവർ. മാറുന്ന കാലം, വേഗം, ലോകം ഒപ്പം മുന്നേറാൻ പ്രാപ്തരാക്കിയവർ. ഇനി ലൈവ് ക്ലാസുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല. ചില ചിത്രങ്ങൾ ആ കളിക്കളങ്ങൾ ഇപ്പോഴും സജീവമാണ്, നേടിയതും പൊരുതിക്കേറിയതും. പരീക്ഷണങ്ങളെ ജയിക്കാൻ നമ്മളെ പഠിപ്പിച്ചവർ. അറിയാൻ, അറിവ് പകരാൻ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരായവർ. മാറുന്ന കാലം, വേഗം, ലോകം ഒപ്പം മുന്നേറാൻ പ്രാപ്തരാക്കിയവർ. ഇനി ലൈവ് ക്ലാസുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ. ഹായ് ഓൾ, വെൽക്കം ടു ഹോം സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ് റിവിഷൻ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു പുതിയ ചാപ്റ്ററാണ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് സീക്വൻസസ് ആൻഡ് സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് 11th ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മാക്സിമം വെയിറ്റേജ് 5 to 6 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, എൻട്രൻസിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നമ്മൾ തിയറി പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും, അതുപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു തിയറി പാർട്ട്. ഓക്കെ, നമുക്ക് തിയറി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു നട്ട്ഷെൽ പോലെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സീക്വൻസസ്. ഓക്കെ, സീക്വൻസസ് ആൻഡ് സീരീസ് ചാപ്റ്റർ നെയിമിൽ ഫസ്റ്റ് നമുക്കറിയാം, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ് ആ ചാപ്റ്റർ എന്ന് ഫസ്റ്റ് നമ്മൾ അറിയണം. കറക്റ്റ്? ഓക്കെ, സോ ഹിയർ വി ഹാവ് 2 terms അല്ലേ? നമുക്ക് 2 terms ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ 2 terms? സീക്വൻസസ് ആൻഡ് സീരീസ് അല്ലേ? അപ്പോൾ എന്താണ് ഫസ്റ്റ് സീക്വൻസസ് എന്ന് നമുക്ക് നോക്കാം. Okay, so let me read the definition first, then I'll explain to you. Okay, so a sequence is an arrangement of objects or a set of numbers in a particular order followed by some rule. Which means എന്താണ് അതിൻ്റെ മീനിങ്? സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ കറക്റ്റായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് ചെയ്യുന്ന, അതായത് ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, സോ യു ഹാവ് 100 rupees. നിങ്ങൾക്കൊരു 100 rupees കയ്യിലുണ്ട്. ഓക്കെ, സോ യുവർ ഫാദർ ഈസ് ടെല്ലിങ്, നിങ്ങൾ ഇനി മുതൽ സേവിങ്സ് വേണം നിങ്ങളുടെ കയ്യിൽ. സോ ഡേ 1 നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 100 rupees. ഓക്കെ, സോ അപ്പം നിങ്ങളുടെ ഫാദർ എവറി ഡേ 10 rupees വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ 10 rupees പറയുമ്പോൾ ഡേ 2 ആകുമ്പോൾ എന്താവും? ഡേ 2 എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് 110. റൈറ്റ്? എഗെയിൻ 10 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയാവും? 130. കറക്റ്റ്? ഇറ്റ് ഗോസ് ഓൺ അല്ലേ? നിങ്ങൾക്ക് എത്രയാവും? 120. സോ ഇറ്റ് ഗോസ് ഓൺ. റൈറ്റ്? സോ അങ്ങനെ ഡേ 3 ആകുമ്പോൾ പിന്നെയും 10 വെച്ച് ഇൻക്രിമെൻ്റ് ആവും 130. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് കിട്ടിയത്? ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ? ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സി 100, ദെൻ 110, 120 അപ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീക്വൻസ്. നമുക്കൊരു ഓർഡറിൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടി.
അല്ലേ? ഇനി ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ സീക്വൻസിൻ്റെ രീതിയിൽ എങ്ങനെയാണ് പറയുന്നത്? ടേംസ് എന്നാണ് പറയുന്നത്. ഓരോ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ടേംസ് ആണ് അല്ലേ? 100 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, 110 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്, 120 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. അപ്പം ഇത് A1 A2 A3 കറക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേംസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് സീക്വൻസ് എന്ന്. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഇഫ് യു ഹാവ് എ ബ്രദർ, ഓക്കെ, ബ്രദറിന് എക്സസൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട് ബോയ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എക്സസൈസ് എന്താ? പുഷപ്സ് ആണ് അല്ലേ? അപ്പോൾ പുഷപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വീക്ക്, ഓക്കെ, വീക്ക് 1 അല്ലേ 5 പുഷപ്പാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. പുഷപ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, വീക്ക് 2 കുറച്ചും കൂടെ കൂട്ടിയെടുക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു 10 പുഷപ്പ് ആക്കാം. ഓക്കെ, സിമിലർലി വീക്ക് 3 ആവുമ്പോൾ നമുക്ക് എത്ര എടുക്കാം? കുറച്ചും കൂടെ കൂട്ടാം അല്ലേ? നമുക്ക് കൗണ്ട് കൂട്ടാം. ഫസ്റ്റ് നമുക്ക് ഇനിഷ്യലി പെട്ടെന്ന് കൗണ്ട് കൂട്ടി എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് പയ്യെ പയ്യെ ഗ്രാജുവലിയേ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പം ഈ വീക്ക് 2 നമ്മൾ എടുത്ത പുഷപ്സ് 10 ആണ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് 3 ആവുമ്പം 20. ഓക്കെ, സോ 20 push-ups. ഓക്കെ, വീക്ക് 4 ആവുമ്പോൾ 40 ആക്കി. ഓക്കെ, പുഷപ്സ്. അപ്പോൾ ഇതാണ് അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്. അപ്പോൾ വീക്ക് 1 വീക്ക് 2 വീക്ക് 3 വീക്ക് 4. സോ യു ഗോട്ട് എന്താണ്? ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 5 10 20 40 അല്ലേ? ഇതാണ് റെപ്രസെൻറ്റ്. ഇത് രണ്ടും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് സീക്വൻസസിൽ തന്നെ 2 ടൈപ്പ് സീക്വൻസസ് ഉണ്ട്. ഏതാണ് 2 ടൈപ്പ് സീക്വൻസ്? ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ഉണ്ട്. ഓക്കെ, സോ ആസ് യു നോ നമുക്ക് അറിയാം ഫൈനൈറ്റും ഇൻഫൈനൈറ്റും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കറക്റ്റ് നമ്പർ ഉണ്ടാവും. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും? ഇതാണ് നമ്മുടെ ഇൻഫൈനൈറ്റ്. ബിക്കോസ് 100 നിന്ന് ഇൻഫിനിറ്റി വരെ പോവാണ് അല്ലേ? നമുക്കതിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് വാട്ട് ഇൻഫൈനൈറ്റ് സീക്വൻസ്. ഇനി ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്ക്, വീക്ക് 1 വീക്ക് 2 വീക്ക് 3 വീക്ക് 4. അപ്പോൾ ഒരു മന്തിലെ സിനാരിയോ ആണ് നമ്മൾ എടുത്തത് അല്ലേ? ഒരു മന്തിൽ ആ കുട്ടി എത്ര പുഷപ്സ് ആണ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയെന്ന്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഓർഡർ ആക്കി പറയാം. നെക്സ്റ്റ് മന്തിൽ ചിലപ്പോൾ കൂടാം, പക്ഷേ ആ ഒരു റേഞ്ചാണ് പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫൈനൈറ്റ് സീക്വൻസ്, വിച്ച് മീൻസ് വി ഹാവ് ദ കറക്റ്റ് നമ്പർ അല്ലേ? നമുക്കൊരു കറക്റ്റ് നമ്പർ ഉണ്ട്. എവിടെ തുടങ്ങി എവിടെ നിന്നു എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതാണ് ഫൈനൈറ്റ് സീക്വൻസ്. So these are the 2 types of sequences. I hope you are clear with the concept sequences. Okay, ഇനി നെക്സ്റ്റ് നമ്മുടെ ആരാണ് ആള്? സീരീസ് ആണ്, റൈറ്റ്? സോ I hope you are clear with sequences. So let's move to the series. Series ഒന്നുമില്ല, സിമ്പിൾ ആണ്. Let's read the definition, then I'll explain to you. Okay, a series can be highly generalized as the sum of all the terms in sequence. അതായത് നമ്മളിപ്പോൾ എഴുതിയ ഈ സീക്വൻസിലെ ഇതിനെ കോമേഴ്സ് മാറ്റിയിട്ട് പ്ലസ് ആവും. അപ്പോൾ എന്താ വരിക? സമ്മായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. കറക്റ്റ്. ഈ സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ കോമേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സീക്വൻസസ്. സീരീസ് എന്ന് പറയുമ്പോൾ ആ കോമേഴ്സ് മാറിയിട്ട് പ്ലസ് ആവും. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. അതായത് 100 പ്ലസ് 110 പ്ലസ് 120 plus up to infinity to n terms. Okay, similarly 5 plus 10 plus 20 plus up to എത്ര വേണമെങ്കിലും ഇൻഫിനിറ്റി. അതാണ് നമ്മുടെ സീരീസ്. അപ്പോൾ സീക്വൻസിൻ്റെ കോമാസ് മാറ്റിയിട്ട് പ്ലസ് ആക്കുന്നതാണ് സീരീസ്. കറക്റ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ചുമ്മാ പ്ലസ് ചെയ്താൽ അത് സീരീസ് ആണോ? അല്ല. ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 10 plus 20 30, 30 plus 40 is 70, 70 plus 5 എത്രയാ? 75 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മല്ല. സീരീസിന് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ സീക്വൻസ് എഴുതിയതിൻ്റെ കോമേഴ്സ് മാറ്റിയിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. അതാണ് സീരീസ്. സം ഓഫ് സീരീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 75. ക്ലിയർ? സോ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം 100, 110, ഓക്കെ
നമ്മൾ എടുത്ത എക്സാമ്പിൾ വെച്ച് തന്നെ പറയണം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ്. ഓക്കെ, സീക്വൻസ് നമ്മൾ കോമാസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു, സീരീസ് ഈ കോമാസ് മാറ്റി പ്ലസ് ആക്കുന്നു. പിന്നെന്താണ് നെക്സ്റ്റ്? വാട്ട് ഈസ് ദിസ്? ഇതാണ് നമ്മുടെ സീരീസിൻ്റെ എക്സാമ്പിൾസ്. രണ്ടിൻ്റെയും സം ഓഫ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സം ഓഫ് സീരീസ്. സോ സീക്വൻസസ് എന്താണ്, സീരീസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ടോപ്പിക്. Okay, clear? So again we have one more thing. Okay, sigma notation. Okay, നമുക്ക് ഈ സീരീസിന് സിഗ്മ നോട്ടേഷൻസ് വെച്ച് എഴുതാം. എങ്ങനെയാണ്? summation of k is equal to 1 to n ak. So what is this? നമുക്കറിയാം സീരീസിന് നമ്മൾ പറഞ്ഞ ടേംസ് എന്താ? a1 a2 a3 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം സീക്വൻസിൽ. സീരീസ് ആവുമ്പോൾ എന്താവും? ഈ കോമേഴ്സ് മാറ്റി പ്ലസ് ആവും അപ് ടു ഇൻഫിനിറ്റി അല്ലേ, എൻ ടേംസ്. അപ്പം ഇതിനെ നമുക്കൊരു സിഗ്മ നൊട്ടേഷനിൽ എഴുതണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? എ കെ മീൻസ് കെയുടെ വാല്യൂ 1 to n. സോ വെൻ എവർ ദ വാല്യൂ ഓഫ് കെ ഇസ് 1, ഇവിടെ നമ്മൾ 1 കൊടുക്കുമ്പം എ 1 വരും. അതാണ് ഇവിടെ എഴുതിയത്. ഇനി കെയുടെ വാല്യൂ നമ്മൾ 2 കൊടുക്കുവാണ്, അപ്പോൾ എന്ത് വരും? a2 വരും. കെയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ a3 അപ് ടു എങ്ങനെ വരും? an വരെ വരും. ഇതാണ് സിഗ്മ നൊട്ടേഷൻ. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻസസ് ആൻഡ് സീരീസ്. സീക്വൻസസ് എന്താണ്, സീരീസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ഫോളോസ് എ പാറ്റേൺ. സീക്വൻസസിൽ നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്താണ് പോകുന്നത് അല്ലേ. 100 പിന്നെ അത് കൊടുത്തപ്പോൾ നമ്മൾ 10 കൊടുത്തപ്പോൾ 110. അപ്പോൾ ആ ഒരു പാറ്റേൺ 10 വെച്ചാണ് നമ്മൾ പ്ലസ് ചെയ്ത് പോയത്. കറക്റ്റ്? അതുകൊണ്ടാണ് പറയുന്നത് സീക്വൻസസിൽ നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. നെക്സ്റ്റ് സീരീസ് ആണെങ്കിൽ എന്താണ് പറയുന്നത്? സം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സീക്വൻസ്. അതായത് നമ്മൾ എടുക്കുന്ന സീക്വൻസസിൻ്റെ സം ആയിട്ടാണ് നമ്മൾ സീരീസിൽ എടുക്കുന്നത്. സെക്കൻഡ്, ഓർഡർ ഓഫ് ദി എലമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സീരീസിൽ. ഓർഡർ ഓഫ് ദി എലമെൻറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. സീരീസിൻ്റെ കേസിൽ നമുക്ക് ഓർഡറിന് ഒരു ഇതില്ല, ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. നെക്സ്റ്റ്, ഇൻ ഫൈനൈറ്റ് സീക്വൻസ് നമ്മൾ പറഞ്ഞ പോലെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കറക്റ്റ് നമ്പർ അറിയാൻ പറ്റും. 1 2 3 4 5. ഇനി this is finite sequence. Yeah, correct. Finite series എന്ന് പറഞ്ഞാൽ അതുപോലെ കറക്റ്റ് നമ്പർ അറിയാൻ പറ്റും. 1 + 2 + 3 + 4 + 5. ഓക്കെ, ഇനി ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി വരെ ആയിരിക്കും, എൻഡ് ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റ് നമ്പർ അറിയില്ല. സോ 1 2 3 4 അപ് ടു ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ആയിരിക്കില്ല ഇൻഫൈനൈറ്റ് സീരീസും, പ്ലസ് ആയിരിക്കും, കോമയ്ക്ക് പകരം പ്ലസ് ആവും, വിച്ച് മീൻസ് സം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വിച്ച് ഡസൻ മീൻസ് ദാറ്റ് എന്താണ്, ഇതിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ല സീരീസ്. സം ഓഫ് സീരീസ് ആണ് ഇതിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് progression. എന്താണ് progression എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സീക്വൻസസ് വിത്ത് എ സ്പെസിഫിക് പാറ്റേൺ അല്ലേ. സീക്വൻസസിന് ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ടാവണം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 100 110 120 130 അപ് ടു ഇൻഫിനിറ്റി. ഇതല്ലേ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എക്സാമ്പിൾ. എന്താണ് പ്രോഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, സീക്വൻസസ് വിത്ത് എ സ്പെസിഫിക് പാറ്റേൺ. ഓരോ സീക്വൻസിനും ഒരു സ്പെസിഫിക് പാറ്റേൺ. ഇവിടെ എങ്ങനെയാണ് ഈ പാറ്റേൺ പോയിരിക്കുന്നത്? എല്ലായിടത്തും നമ്മൾ +10 വെച്ചല്ലേ കൊടുത്തിരിക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? +10 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ആ കറക്റ്റ് പാറ്റേണിൽ വേണം പോകാനായിട്ട്. പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സീക്വൻസസ് കറക്റ്റ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ എന്ത്? പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പുഷപ്പിൻ്റെ കേസ് മറന്നോ നിങ്ങളത്? പുഷപ്പ് അല്ലേ, എങ്ങനെയാണ് നമ്മൾ എടുത്തേ? 5 10 20 40. ഇതെങ്ങനെയാണ്? ഇതിലെന്താണ് പാറ്റേൺ നോക്കിക്കേ. 5-ൽ നിന്നും 10, 10-ൽ നിന്നും 20, 20-ൽ നിന്നും 40. ഇതെങ്ങനെയാണ് പാറ്റേൺ പോയിരിക്കുന്നത്? 2 വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. നോക്കി, 5 2s are 10, again 10 2s are 20, again 20 2s are 40. സോ ഈ പാറ്റേൺ ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്ലൈഡ് ബൈ 2. ഈച്ച് ടേം ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 2. സോ are they in sequence? Yes, they are in sequence as well as they are in progression. Why? Because they are following a specific pattern. Clear? Okay, now let's learn the different types of progression. നമുക്കിനി അടുത്തത്
3 ടൈപ്സ് ഓഫ് പ്രോഗ്രഷൻ ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അർത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് അർത്തമെറ്റിക് പ്രോഗ്രഷൻ? നമ്മൾ ക്ലാസ് 10th ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? AP-നെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ അർത്തമെറ്റിക് പ്രോഗ്രഷൻ, റൈറ്റ്? ഇനി അടുത്തത് ജോമെട്രിക് പ്രോഗ്രഷൻ. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് ഹാർമോണിക് പ്രോഗ്രഷൻ. ഓക്കെ, ഹാർമോണിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് 11th ഇല്ല, ബട്ട് ഐ ഹാവ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു. ഓക്കെ, നമുക്കിത് ഹയർ ക്ലാസ്സസിൽ പഠിക്കേണ്ടതാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം നമ്മൾ പഠിക്കേണ്ടത് ഏത് രണ്ടെണ്ണമാണ്? AP-യും GP-യും ആണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഫസ്റ്റ് വൺ AP, അർത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് അർത്തമെറ്റിക് പ്രോഗ്രഷൻ? ഓക്കെ, സോ ദ ഡിഫറൻസ് ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ? നമ്മൾ എടുക്കുന്ന 2 ടേംസിൻ്റെ, അതായത് ഇതെന്താ നമ്മുടെ A1, ഇത് A2, ഇത് A3, ഇത് A4 അല്ലേ? ഇതാണ് A1, A2, A3, A4 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ്, ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ A2 minus A1. Okay, difference between 2 consecutive. What is consecutive, children? Consecutive എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടേംസ് അല്ലേ? 2 കഴിഞ്ഞ നെക്സ്റ്റ് ടേം എന്താ 4. അപ്പം നമുക്ക് A2 minus A1 ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 4 minus 2 which is equal to 2. Correct? A2 minus A1 is 4 minus 2 which is equal to 2. നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഏതാ എടുക്കേണ്ടത്? 6 അല്ലേ? A3 minus A2 ചെയ്യുമ്പോഴും 6 minus 4 is equal to 2 അല്ലേ? അപ്പം നമുക്ക് A2 മൈനസ് A1 ചെയ്തപ്പോഴും A3 മൈനസ് A2 ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയേ? 2 ആണ് കിട്ടിയത്, റൈറ്റ്? അതാണ് AP. അപ്പോൾ AP-ൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? കോമൺ ഡിഫറൻസ്, റൈറ്റ്? സോ ഡിഫറൻസ് ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് നമ്പർ ഷുഡ് ബി ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് nth ടേം ഓഫ് AP. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? 10th നമ്മളിതൊക്കെ പഠിച്ചതല്ലേ? എന്താണ്? AN ഇസ് ഈക്വൽ ടു A plus N minus 1 into D. So what is A? A എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം, N എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ടേംസ്, D എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ്, റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ nth ടേം ഓഫ് AP. അപ്പോൾ nth ടേം ഓഫ് AP എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഫോർമുല എന്താണ്? സം ഓഫ് n ടേംസ് ഓഫ് AP അല്ലേ? സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ SN ഇസ് ഈക്വൽ ടു, SN എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് n ടേംസ്, n/2, വേർ n ഇസ് ദ നമ്പർ ഓഫ് ടേംസ് 2A. A എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം, N minus 1 into D. N എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ, D എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കണേ? നമ്മുടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെ, സിമിലർലി ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, അതാണ് നമ്മുടെ D എന്ന് പറയുന്ന വാല്യൂ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് അർത്തമെറ്റിക് മീൻ. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ കാര്യം. എന്താണ് ഈ അർത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്? അർത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും എന്ന് പറയുന്ന 2 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു നമ്പറും കൂടെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, 1 നമ്പർ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് മിഡിലിൽ ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറും എയും ബിയും എന്തായിരിക്കണം? AP-യിലായിരിക്കണം. ഓക്കെ, ഒരു നമ്പറാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫോളോ ദിസ് ഫോർമുല, ദാറ്റ് ഇസ് A ഇസ് ഈക്വൽ ടു A പ്ലസ് B/2. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് നമ്പർ, B എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ നമ്പർ. ഇനി ഇൻസേർട്ട് ചെയ്യേണ്ടത് ഒരു നമ്പർ അല്ലേ? ആ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ക്യാപിറ്റൽ A ഇസ് ഈക്വൽ ടു A പ്ലസ് B/2. ഈസി അല്ലേ? ഇനി അടുത്തത്, ഇപ്പോൾ ഒരു നമ്പറിൻ്റെ കേസ് ആണെങ്കിൽ, ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇൻ കേസ് ഓഫ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇൻസേർട്ട് 5 നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് സോ ദാറ്റ് ഓൾ ദ 3 നമ്പേഴ്സ് ആർ ഇൻ AP, അല്ലെങ്കിൽ സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട് ഇൻ AP എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ള ഫോർമുലയാണ് ഇത്. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? B minus A/n+1. ഫോർ എക്സാമ്പിൾ, ഇൻസേർട്ട് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ 8 and 26. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയണം. ഇൻസേർട്ട് 5 നമ്പേഴ്സ്. അപ്പം നിങ്ങളോട് പറയാണ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ 8 and 26 സോ ദാറ്റ് ദ സീക്വൻസ് ഇസ് ഇൻ AP. ഓക്കെ, AP-യിലായിട്ട് കിട്ടണം. അപ്പം നമ്മുടെ A എന്താണ് ഇവിടെ? 8 ആണ്, കറക്റ്റ്? എയുടെ വാല്യൂ 8 ആണ്, ബിയുടെ വാല്യൂ എത്രയാണ്? 26 ആണ്. സോ വാട്ട് ഈസ് അവർ ഫോർമുല? ഈ ഫോർമുല പഠിച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ B മൈനസ് A എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്? 26 മൈനസ് 8
ബൈ n പ്ലസ് 1. എൻ്റെ വാല്യൂ എത്രയാ 5 ആണ് അല്ലേ. സോ 5 പ്ലസ് 1 കറക്റ്റ്. സോ വോട്ട് യു ഗെറ്റ് 26 മൈനസ് 8 അല്ലേ. നമുക്ക് 18/6 കിട്ടും. 18/6 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ 8 എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് നമ്പർ, 26 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് നമ്പർ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 5 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. സോ വോട്ട് വി ഗോട്ട്, നമുക്ക് കിട്ടിയ എന്താ? ഡി ആണ്, കോമൺ ഡിഫറൻസ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് അനദർ ടേം കിട്ടും അല്ലേ. അപ്പോൾ 8 പ്ലസ് 3 അപ്പോൾ എത്ര കിട്ടും? 9, 10, 11. 11 പ്ലസ് 3 അല്ലേ. 11 പ്ലസ് 3 അപ്പോൾ എത്ര കിട്ടും? 11 പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 14 കിട്ടും. കറക്റ്റ്. 14 പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് 17 കിട്ടും. 17 പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ നമുക്ക് എഗെയിൻ 20 പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23 കിട്ടും, 26 കിട്ടും അല്ലേ. അപ്പോൾ 8 നിന്ന് 26 ഇതിൻ്റെ ഇടയ്ക്ക് 5 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. So which are the numbers? 11, 14, 17, 20 and 23. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. സോ വെരി ക്ലിയർ നോ? ഈസി അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഇൻ ബിറ്റ്വീൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല ഇതാണ്. ഇൻ ദ കേസ് ഓഫ് 1 നമ്പർ, ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഫോർമുല. ഇത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ജോമെട്രിക് പ്രോഗ്രഷൻ, ജി പി എന്താണ്? അപ്പോൾ എ പി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എ പി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇനി ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട? കോമൺ റേഷ്യോ ആണ്. സോ നമുക്ക് ഫസ്റ്റ് വായിക്കാം. ജി പി ഈസ് എനി സീക്വൻസ് വിത്ത്, ജി പി ഏതെങ്കിലും ഒരു സീക്വൻസിലാണെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. നൺ ഓഫ് ദി ടേംസ് ഇസ് 0. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുമ്പം 6 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എ പിയിൽ A2 മൈനസ് A1 ആണ്, ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത്. ജി പിയിൽ നമ്മൾ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, ബിക്കോസ് വി ആർ ഫൈൻഡിങ് ദ റേഷ്യോ കറക്റ്റ്. സോ A2 ബൈ A1 ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നൺ ഓഫ് ദി ടേംസ് ഇസ് 0. വൈ? ബിക്കോസ് നമുക്ക് 0 ബൈ എനി നമ്പർ കിട്ടാൻ പാടില്ല. ഓക്കെ, ആൻഡ് എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 വി നോ റൈറ്റ്, നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടീഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ 0 ഒരു ടേമിലും 0 വരാൻ പാടില്ല. സെക്കൻഡ് എന്താണ്? റേഷ്യോ ഓഫ് 2 കൺസിക്യൂട്ടീവ് ടേംസ് ഇസ് കോൺസ്റ്റൻറ്റ്. അതായത് 5, 10, 15, 20, 25 അപ് ടു ഇൻഫിനിറ്റി. ഇതൊരു സീക്വൻസ് തന്നിരിക്കുകയാണ്. ദി ആർ ഇൻ ജി പി എന്നും പറയുവാണ്. സോ ഹൗ വിൽ യു ഫൈൻഡ് ദ കോമൺ റേഷ്യോ? കോമൺ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് നമ്മുടെ A1, A2, A3, A4, A5. സോ A2 ബൈ A1 വിച്ച് ഇസ് ഈക്വൽ ടു 10 ബൈ 5 വിച്ച് ഇസ് 5 അല്ലേ. A2 ബൈ A1 എന്ന് പറഞ്ഞാൽ 10 ബൈ 5 എത്രയാണ്? 5 ആണ്. അതുപോലെ തന്നെ അടുത്ത ടേം 15 ബൈ 10 ചെയ്യുമ്പോഴും 5 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് റേഷ്യോ ഓഫ് 2 കൺസിക്യൂട്ടീവ്, അടുത്ത് കിടക്കുന്ന 2 ടേംസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മുടെ ജി പി. എ പിയിൽ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ജി പിയിൽ കോമൺ റേഷ്യോ ആയിരിക്കും കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫോർമുല, nth ടേം ഓഫ് ജി പി കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല an is equal to ar raised to n minus 1. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് അതുപോലെ തന്നെ സം ഓഫ് n ടേംസ് ഓഫ് ജി പി. ഓക്കെ, സോ വി ഹാവ് 2 ഫോർമുലാസ്. എന്തിനാ 2 ഫോർമുലാസ് എന്നായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട്. കറക്റ്റ്? അപ്പോൾ ഈ കേസിൽ r is less than 1 and this is r is greater than 1. So 2 formulas, r ന്റെ വാല്യൂ അതായത് നമ്മുടെ കോമൺ റേഷ്യോൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ we go for this formula, that is Sn is equal to a 1 minus r raised to n by 1 minus r. If r is greater than 1 we go for this formula a r raised to n minus 1 by r minus 1. So ഇതാണ് നമ്മുടെ 2 ഫോർമുലാസ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ജോമെട്രിക് മീൻ. സിമിലർലി വി ഹാവ് അർത്തമെറ്റിക് മീൻ പോലെ നമുക്ക് ജോമെട്രിക് മീൻ ഉണ്ട്. നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുന്നു, എയും ബിയും ഇൻസേർട്ട് ചെയ്യുന്നു. എത്രയാ? ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോർമുല ജി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് n നമ്പേഴ്സ് സിമിലർലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ പി ജി പിയിലും ഉണ്ടാവും അല്ലേ. എ എം ഉണ്ടെങ്കിൽ ജി എമ്മും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തും ഇൻ കേസ് ഓഫ് n നമ്പേഴ്സ് ഓക്കെ ജോമെട്രിക് മീൻ വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ജി എം എന്നും നമുക്ക് പറയാം. ഓക്കെ, സോ n നമ്പേഴ്സ് വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? r ഈസ് ഈക്വൽ ടു ബി ബൈ എ
by a raised to 1 by n plus 1. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പം നിങ്ങളോട് ഇൻസേർട്ട് 2 numbers in between 2 numbers നമുക്ക് തരും. ഓക്കെ, ഇപ്പോൾ 2 numbers between 3 and 81 so that they are in GP. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? n നമ്പേഴ്സിൻ്റെ കേസാണ്. 1 നമ്പർ ആണെങ്കിൽ ഇതാണ് കേസ്, n നമ്പേഴ്സ് ആണെങ്കിൽ ഇത്. അപ്പോൾ ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇതാണ് നമ്മുടെ എയുടെ വാല്യൂ, ഇതാണ് നമ്മുടെ ബിയുടെ വാല്യൂ. കറക്റ്റ്. സോ 81/3 1 by n plus 1. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ദിസ് ഇസ് മൈ n, റൈറ്റ്? ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പർ എത്രയാണോ അതാണ് n. ഓക്കെ, സോ 2 plus 1. അപ്പോൾ 81/3 എത്രയാ? 27. 27 raised to 1 by 2 plus 1 എത്രയാ? 3 ആണ്. 27 നമുക്ക് എങ്ങനെ എഴുതാം? 3 ക്യൂബ് എന്ന് എഴുതാം. കറക്റ്റ്. സോ 1/3. ഈ 3യും ക്യാൻസൽ ആവും. സോ വാട്ട് ഇസ് ദ ആൻസർ? 3. ഈസി നോ? ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മോർ ദാൻ 1 നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് തിങ്. നൗ റിലേഷൻ ബിറ്റ്വീൻ AM and GM. ഓക്കെ, സോ AMൻ്റെ വാല്യൂ എന്തായിരുന്നു? AMൻ്റെ ഫോർമുല എന്തായിരുന്നു നമ്മൾ എടുത്തത്? A plus B by 2, റൈറ്റ്? AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A plus B by 2. ഇനി അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തത്? ക്യാപിറ്റൽ A, റൈറ്റ്? സിമിലർലി G is equal to root AB, റൈറ്റ്? ഇങ്ങനെയാണ്. ഇനി ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് A minus G. A minus G ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? A plus B by 2 minus root of AB. കറക്റ്റ്. ഇനി ഇതിനെ നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. സോ വി ക്രോസ് മൾട്ടിപ്ലൈ, റൈറ്റ്? സോ A plus B minus 2 root AB, അല്ലേ? ഈ 2 ഇങ്ങോട്ട് പോകും. അപ്പോൾ 2 root AB. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചൊരു ഫോർമുല ഉണ്ട്. എന്താണ്? root A minus root B the whole square. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഇവിടെ 2 root AB ഉണ്ട്. root A the whole square. root A the whole square എന്ന് പറഞ്ഞാൽ എന്താ? root A into root A, right? Which is same as A square, right? So sorry, A അല്ലേ? റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എ ഇൻറ്റു റൂട്ട് എ. അപ്പം നമുക്ക് ഇതിന് പകരം റൂട്ട് എ സ്ക്വയർ എന്ന് എഴുതി കൂടെ? അപ്പോൾ A minus G is equal to root A the whole square plus root B the whole square minus 2 root AB by 2. സെയിം ആസ് ദാറ്റ് ഇറ്റ് സെൽഫ്. നമ്മൾ അത് എഴുതിയ എന്തിനു വേണ്ടിയാ? ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. റൂട്ട് എ മൈനസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എ മൈനസ് ജി എന്ന് പറയുമ്പോൾ എന്ത് വരും നമുക്ക്? എ മൈനസ് ജി ഇസ് ഈക്വൽ ടു, ഇതിന് പകരം നമുക്ക് റൂട്ട് എ മൈനസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. കറക്റ്റ്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് നമുക്ക് എഴുതാം റൂട്ട് എ മൈനസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ബൈ 2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AM ആൻഡ് GM. ഇനി ഇത് എന്താണ്? AMഉം GMഉം ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക? നമുക്കറിയാം A മൈനസ് G ഇസ് ഈക്വൽ ടു എന്നാണ്. അപ്പം A ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G, വിച്ച് മീൻസ് A എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അർത്ഥമെറ്റിക് മീൻ AMഉം GMഉം അല്ലേ? അപ്പോൾ അർത്ഥമെറ്റിക് മീൻ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും GMന്. ക്ലിയർ? ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AM ആൻഡ് GM. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് തിങ്. ഓക്കെ, ഇനി സം ടു n ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ്. ഓക്കെ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ AP-ലും GP-ലും കുറച്ച് ഫോർമുലാസ് കണ്ടു. ഇനി നമുക്ക് സ്പെഷ്യൽ സീരീസ് വരുമ്പം എങ്ങനെ കണ്ടുപിടിക്കും സം ഓഫ് n ടേംസ്? എങ്ങനെയാണ്? 3 multiplied by 8 plus 6. നേരത്തെ നമുക്ക് ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ 2 പേര് വന്നു അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ 3 into 8 plus 6 into 11 plus 9 into 14. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഇത് 24 ആണ് നമുക്ക് കിട്ടുന്നത്, 66 ആണ് അല്ലേ? ഇവിടെ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല വെൻ വി ആർ ടേക്കിംഗ് 2 things together, റൈറ്റ്? പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റ്? 3, 6, 9 അല്ലേ? 3 + 3 ആണ് 6, 6 + 3 ആണ് 9. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് AP-യിലാണ്. സിമിലർലി ഇവിടെ 8 + 3 ആണ് 11, 11 + 3 ആണ് 14. അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈച്ച് ടേമിനെ എടുക്കുമ്പം ഇവിടുത്തെ ഫസ്റ്റും സെക്കൻഡും തേർഡും എടുക്കുമ്പോൾ നമുക്ക് AP-യിലാണ് കിട്ടുന്നുണ്ട്, പക്ഷെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നില്ല. സോ ഇൻ സച്ച് കേസസ് വി ഹാവ് ടു യൂസ് സം അനദർ ടെക്നിക്, റൈറ്റ്? ഫോർ ദാറ്റ് കേസസ് വി ആർ യൂസിങ് സം അതർ ഫോർമുലാസ്. ഓക്കെ, സിമിലർലി ഹിയർ ഓൾസോ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് 3.
ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ 5 multiplied by 2 square is 4 which is 20, right? സോ ഇവിടെയും ഒരു പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ എന്താ പറഞ്ഞ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. എ പി ആണെങ്കിലും ജി പി ആണെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. ബട്ട് ഇഫ് യു ആർ ടേക്കിംഗ് ഇൻഡിവിജ്വലി യു വിൽ ഗെറ്റ് 3 പ്ലസ് എത്രയാണ് 2 5 പ്ലസ് 2 ഇസ് 7. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് വെൻ വി ആർ കമ്പൈനിങ് വി ആർ നോട്ട് ഗെറ്റിംഗ്. സോ ഇൻ സച്ച് കേസസ് വി ആർ യൂസിങ് സം ഫോർമുലാസ്. ഓക്കെ, സോ ലെറ്റ് സീ ദാറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് in such situations. Okay, sum to n terms of special series. Okay, so we'll see one by one. It's very important. Okay, so first one is sum of first n natural numbers. First n natural numbers ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല സീരീസ് എങ്ങനെയായിരിക്കും? 1 plus 2 plus 3 up to infinity. So which will be equal to എന്തായിരിക്കും? n multiplied by n plus 1 by 2. ഈ ഫോർമുലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ് ടു n ആണെങ്കിൽ പ്ലസ് അപ് ടു n ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഏതാ ഫോർമുല യൂസ് ചെയ്യേണ്ടത് നോക്കിക്കേ. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡിവിജ്വലി നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് ഓർഡറിൽ സ്ക്വയർ ചെയ്യാം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അപ് ടു n സ്ക്വയർ ആണെങ്കിൽ n മൾട്ടിപ്ലൈഡ് ബൈ n plus 1 multiplied by 2n plus 1 by 6. ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സം ഓഫ് ക്യൂബ്സ് ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ക്യൂബ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് ഇങ്ങനെയായിരിക്കും നമ്മുടെ സീരീസ് വരിക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ സീരീസ് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോർമുലാസ് ആണ്. ഓക്കെ, സോ നൗ ലെറ്റ് സീ സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് തിയറി ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ നമ്മൾ ആ നക്ഷൽ പോലെ തിയറി നല്ല രീതിയിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ് സീ വൺ ബൈ വൺ. ഓക്കെ, സോ find the 12th term of the geometric progression 5, 25, 125. ഓക്കെ, അപ്പോൾ geometric progression എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ജി പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല എന്താ? an is equal to ar raised to n minus 1. ഇതാണ് നമ്മൾ പഠിച്ച ഫോർമുല. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 12th ടേം എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ? 12 ആണ്, റൈറ്റ്? സോ നമുക്ക് A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഫോർമുല ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാം. സോ AR എന്നിൻ്റെ വാല്യൂ എന്താ? 12 മൈനസ് 1 അല്ലേ? എന്നിൻ്റെ വാല്യൂ 12 മൈനസ് 1 എത്ര? 11, റൈറ്റ്? ഇനി അപ്പോൾ A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി AR raised to 11. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് A? ഇതാണ് നമ്മുടെ A1, A2, A3. A1 is same as A, first term, right? So A12 is equal to A യുടെ വാല്യൂ 5. What about R? R എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞേ? R എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം എങ്ങനെ? A2 by A1, റൈറ്റ്? A2 by A1. A2 എത്രയാണ്? 25 ആണ്. A1 എത്രയാണ്? 5. So what is the common ratio? 5. So Rന് പകരം നമുക്ക് 5 കൊടുക്കാം. 5 raised to 11. See, A12 is equal to സ്റ്റെപ്പ് എഴുതുക, ഫോർമുലാസ് എഴുതുക. ഓക്കെ, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് മാർക്സ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് A raised to m into A raised to n അല്ലേ? ഫോർമുല പഠിച്ചവർക്കല്ലേ A raised to m into A raised to n. അതേപോലെയല്ലേ കിടക്കുന്നത്? ബേസ് സെയിമും പവേഴ്സ് ഡിഫറെൻറ്റും. അപ്പോൾ ഇതിന് നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ 5 raised to 1 into 5 raised to 11. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ? A raised to m plus n which is equal to എയുടെ വാല്യൂ എന്താ? ഇവിടെ 5 അല്ലേ? അപ്പോൾ 5 എന്താ? ഇത് എമ്മിൻ്റെ വാല്യൂ 1, എന്നിൻ്റെ വാല്യൂ 11. സോ 11 plus 1 is 12. സോ 5 raised to 12. സോ ഇതാണ് നമ്മുടെ ആൻസർ. 12th ടേം ഓഫ് ദ ജി പിയിലെ ആൻസർ ഇതാണ് നമുക്ക് കിട്ടണത്. ക്ലിയർ? ഓക്കെ, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കൊരു ഫോർമുല രീതിയിൽ കിട്ടും. എന്നിട്ട് ഇങ്ങനെ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ബോത്ത് ആർ കറക്റ്റ്. ഇഫ് യു വോണ്ട് യു ക്യാൻ ഡയറക്റ്റ്ലി പുട്ട് ഹിയർ ഓർ എൽസ് യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ക്ലിയർ? ആൻസർ കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, നമുക്ക് സം ടു n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സീക്വൻസ് തന്നിട്ടുണ്ട് 8,
88,888 ഇങ്ങനെയാണ് നമ്മുടെ എന്ത് പോകുന്നത്, സീരീസ് പോകുന്നത് അല്ലേ, സീക്വൻസിൽ. സോറി, നോട്ട് സീരീസ്, സീക്വൻസ്. ബിക്കോസ് സീരീസ് അല്ല, എന്തുകൊണ്ടാണ്, പ്ലസ് ഇല്ല, അപ്പോൾ അത് സീക്വൻസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് 8 ഇതിന് നമുക്കൊരു സീരീസ് ഫോമിൽ, കാരണം സം ടു എൻ ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സീരീസിലേക്ക് ആക്കണം, റൈറ്റ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കോമസ് വാട്ട് വിൽ കം, പ്ലസ് വിൽ കം, റൈറ്റ്, പ്ലസ് വരും. അപ്പോൾ 888 ഇങ്ങനെ പോവുകയാണ് അപ് ടു ഇൻഫിനിറ്റി, റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് 8 കോമൺ എടുത്തൂടെ, ഓക്കെ. സോ ഐ ആം ടേക്കിംഗ് 8 കോമൺ. സോ വാട്ട് റിമെയിൻസ്, ഇവിടെ ഞാൻ 8 കോമൺ എടുക്കുമ്പോൾ ഇതിന് പകരം എന്ത് വരും, 1 വരും, പ്ലസ് ഇതിന് പകരം എന്ത് വരും, 1 ബിക്കോസ് 11 8s are 88. Again, instead of 3 8s, what will come, 111 up to n terms, right. Here also n terms. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് എല്ലാത്തിലും നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, യു ഹാവ് ടു മൾട്ടിപ്ലൈ, ഓക്കെ, മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 9. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡും ചെയ്യണം, റൈറ്റ്. എന്നാലല്ലേ നമുക്ക് ഈക്വൽ ആവുള്ളൂ, ഓക്കെ. സോ 8, ഓക്കെ. സോ വെൻ യു ആർ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ഹിയർ, so what comes, 9 ones are 9 plus ഇവിടെയും 9 9, okay. Again here also 9 9 up to n terms, കറക്റ്റ് അല്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഹിയർ ഓൾസോ 9 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെയും 9 കിട്ടി, അതാണ് നമ്മളിവിടെ ചെയ്തത്, ഓക്കെ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 9 നമുക്കൊന്ന് മാറ്റി എഴുതാം, ഓക്കെ. 9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, 10 minus 1. ഇവിടെ 99 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, 100 minus 1, 999 അല്ലേ, 999, അതായത് 999 നമുക്ക് 1000 minus 1 ആയിട്ട് എഴുതാം. അപ്പോൾ 8/9 ഇതിന് ഞാൻ എന്താക്കി എഴുതി, 10 minus 1 plus 100. വാല്യൂസിന് ചേഞ്ച് വരുന്നില്ല, നമ്മൾ ആ വാല്യൂസിനെ പല രീതിയിൽ എഴുതുന്നേ ഉള്ളൂ, എഴുതുമ്പോൾ ഒരിക്കലും അവിടെ ചേഞ്ച് വരുന്നില്ല, ബിക്കോസ് 10 minus 1 is 9, 100 minus 1 is 99, റൈറ്റ്, ഓക്കെ. പ്ലസ് 1000 minus 1 up to n terms, ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ 10 100 1000 ഇവരെല്ലാവരും ഒരുമിച്ച് എഴുതാം, ഓക്കെ. സോ വാട്ട് കംസ് ഹിയർ, 8/9 ഈ 10നെ ഞാൻ എടുത്തു, ഇവിടെ നിന്ന് 100നെ എടുത്തു, ഇവിടെ 1000നെ എടുത്തു, ഓക്കെ, അപ് ടു n terms, ഓക്കെ. സിമിലർലി ഇവിടെ പ്ലസ്, ഓക്കെ, എന്ത് വരും, -1നെല്ലാം ഇവിടുത്തെ -1 ഇവിടുത്തെ -1 ഇവിടുത്തെ -1 ഈ -1സിനെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതാം, -1 -1 -1 up to n terms, correct, ഓക്കെ. അപ്പം നമ്മൾ രണ്ട് രീതിയിൽ അതിനെ ഗ്രൂപ്പ് ചെയ്തെടുത്തു, 10ൻ്റെ ടേംസിനെയൊക്കെ ഒരുമിച്ചെടുത്തു, ഈ നെഗറ്റീവ് വൺസിനെല്ലാം ഒരുമിച്ചെടുത്തു. ഇനി നമ്മൾ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഫോർമുല, SN is equal to A r raised to n minus 1 by r minus 1. Condition is r should be greater than 1. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ ലെറ്റ് സി ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണോ നോക്കാം. ഫസ്റ്റ് സെറ്റ് നമ്മൾ എടുക്കുവാണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ്, ഓക്കെ. ഫസ്റ്റ് സെറ്റ് 1 minute, ഓക്കെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടണേ, 10 100 1000, കറക്റ്റ് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് നമ്മുടെ A1 10 A2 100. അപ്പോൾ A2/A1 ദാറ്റ് ഇസ് A2/A1 ഇസ് R, റൈറ്റ്. സോ വാട്ട് ഇസ് ദ വാല്യൂ, 100/10 അല്ലേ. എന്താ നമ്മുടെ വാല്യൂ, 10 ആണ് നമുക്ക് കിട്ടുന്നത്, കറക്റ്റ്. 100/10 ഇസ് 10. സോ R ഇസ് ഗ്രേറ്റർ, സി ആറിൻ്റെ വാല്യൂ 10 ആണ്, സോ 10 ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ വി ഗോ ഫോർ ദിസ് ഫോർമുല, ക്ലിയർ, ഓക്കെ. സോ ഇനി നമുക്ക് ഫോർമുലയുടെ രീതിയിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ, 8/9 10 + 100. അപ്പോൾ SN is equal to എയുടെ വാല്യൂ എത്രയാണ് നമുക്ക്, 10 ആണ്. ഫസ്റ്റ് ടേം 10 അല്ലേ, അപ്പോൾ 10. ഇനി r raised to n, ആറിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ, r is equal to A2/A1 which is equal to 100/10. നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്, ഞാൻ ജസ്റ്റ് ഇറേസ് ചെയ്തതാണ്. സോ 10, എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, സോ വി കീപ് ആസ് ഇറ്റ് ഇസ് -1/r minus 1, okay. So what is the value of our children, 10, right. 10 minus 1. So what is the value, SN is equal to 10 multiplied by 10 raised to n minus 1/9. ഇതാണ് നമുക്ക് കിട്ടുന്ന SNൻ്റെ വാല്യൂ, ഓക്കെ. SN നമ്മുടെ ക്വസ്റ്റ്യനും അതാണ്, നമുക്ക് സം ടു എൻ ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് ആദ്യം നമ്മളൊരു ഓർഡറിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ SN is equal to
10, 10 raised to n minus 1. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 10. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ a raised to m into a raised to n, right? So 10 raised to 1 into 10 raised to n, so which is equal to 10 raised to n plus 1 minus 10 when taken inside. So 10 multiplied by 10 is 10 by 9. So instead of this, what you will get, ഈ 10 plus 100 plus 1000 പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും, because we have found the sum to n terms. So I'm just erasing this, okay? Okay, so continuation of this I am writing here. Okay, so 8 by 9 as it is, clear? 8 by 9 അതുപോലെയാണ് ഈ ഒരു എന്തിൻ്റെയാണ്, സീരീസിൻ്റെയാണ് നമ്മൾ സം ടു എൻ ടേംസ് കണ്ടുപിടിച്ചത്. So instead of this portion, okay, I can write this, correct? No? So what will I write here? 10n plus 1 minus 10 by 9. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് മൈനസ് അല്ലേ, -1 -1 -1 അങ്ങനെ പോവുകയാണ് ടു എത്രയാ, നെഗറ്റീവ് അല്ലേ n. എന്തായാലും ഇത് നെഗറ്റീവ് ആണ് ഫുൾ. അപ്പം നമുക്ക് അതിൻ്റെ മീനിങ് എന്താ എഴുതാം? ഇതിന് നെഗറ്റീവ് n വരെ എഴുതാം, കറക്റ്റ് അല്ലേ? ഇതെല്ലാം നെഗറ്റീവ് ആണ്. ടു n ടേംസ് മീൻസ് നെഗറ്റീവ് ടു -n വരെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? ഓക്കെ, അപ്പം നമ്മൾ രണ്ടിൻ്റെയും എടുത്തു. നെക്സ്റ്റ് 8 by 9. Okay, so you can take LCM here, 9 എടുത്തു. ഓക്കെ, സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 raised to n plus 1 minus 10. Okay, this 9 is taken, so what do you get? Minus 9n. Okay, clear? ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, because this is the power of n plus 1 and this is a number and this is 9n. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, so we keep as it is. So ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, എന്നിട്ട് നമ്മൾ 9 മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? 9 മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് ആ 9ൻ്റെ ടേംസിന് 10 - 1 അല്ലേ, 100 - 1 ആ ടേംസിലാക്കിയിട്ട് നമ്മൾ സം ടു എൻ ടേംസ് രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് സം ടു എൻ ടേംസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച സം ടു എൻ ടേംസ് ആണ് ഇത്. പിന്നെ -1 - 1 തൊട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മൾ അതിനെ -n വരെ ആക്കി, ബിക്കോസ് അതാണ് അത് ഓൾ നമ്പേഴ്സ് ആർ സെയിം. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിക്ക് എടുത്തത്. എന്നിട്ട് നമ്മളിവിടെ LCM എടുത്ത് ഇങ്ങനെ ചെയ്തു. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് n terms of an AP, okay, arithmetic progression 2, 5, 8 up to infinity. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ടേംസ് അല്ലേ, ഏതോ ഒരു n ടേംസിൻ്റെ സമ്മിൻ്റെ AP ആണ് തന്നിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഇന്ന ടേമാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഏത് ടേമിൻ്റെ ആണ്? ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അനദർ അർത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഏതോ ഒരു n ടേംസിൻ്റെ APയുടെ സമ്മും വേറെ ഏതോ ഒരു n ടേംസിൻ്റെ APയുടെ സമ്മും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വാട്ട് ദേ ആർ ആസ്കിങ് us to do, find the value of n, കറക്റ്റ്? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാവുന്ന ഫോർമുല, സം ടു n ടേംസിൻ്റെ ഫോർമുല എന്താ? Sn is equal to n/2 2a plus n minus 1 into d. ഇതാണ് നമ്മുടെ ഫോർമുല, റൈറ്റ്? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതോ ഒരു n ടേമിൻ്റെ AP ഈക്വൽ ടു, പക്ഷേ അവർ AP തന്നിട്ടുണ്ട് അല്ലേ, നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഈക്വൽ ടു ഇത്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇതിനെങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? n/2 2a plus n minus 1 into d is equal to n/2 2a plus n minus 1 into d, കറക്റ്റ്? ഓക്കെ, ഏതോ ഒരു n ടേംസിൻ്റെ സമ്മും വേറെ ഏതോ ഒരു n ടേംസിൻ്റെ സമ്മും ഈക്വൽ ആണ്. സോ ഫോർമുലാസ് തമ്മിൽ സെയിം ആയിരിക്കും, ബിക്കോസ് അവർ നമ്പർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് തിങ്. പക്ഷേ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മിൻ്റെ AP നമുക്ക് തന്നിട്ടുണ്ട്, കറക്റ്റ്? സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? എയുടെ വാല്യൂ എന്താണ്? ഫസ്റ്റിൻ്റെ കേസിൽ 2 ആണ്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മുടെ എയുടെ വാല്യൂ 2 ആണ്, റൈറ്റ്? എയുടെ വാല്യൂ 2 ആണ്. നൗ വാട്ട് അബൌട്ട് ഡി? ഡി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണേ? A2 - A1, റൈറ്റ്? സോ 5 - 2 വിച്ച് ഇസ് ഈക്വൽ ടു 3, കറക്റ്റ്? സോ 3. സോ n/2 2 മൾട്ടിപ്ലൈഡ് ബൈ എയുടെ വാല്യൂ 2, റൈറ്റ്? ഓക്കെ, 2 പ്ലസ് n minus 1, n നമുക്കറിയില്ല, d അറിയാം. d എങ്ങനെയാ? A2 - A1, 5 - 2 3, റൈറ്റ്? ഈക്വൽ ടു n/2. ഇനി അടുത്തതിൻ്റെ അടുത്ത AP ഏതാ? ഇതാണ് നമ്മുടെ അടുത്ത AP, കറക്റ്റ്? നെക്സ്റ്റ് AP is this. ഓക്കെ, സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? ഇവിടെ എന്താണ് നമ്മുടെ എയുടെ വാല്യൂ? 57. ഡിയുടെ വാല്യൂ 59 - 57. സോ വാട്ട് ഇസ് ദ വാല്യൂ?
59 minus 57 is 2, right? So 2. So 2 into 57. Aയുടെ വാല്യൂ 57 ആണ്. പ്ലസ് എൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോഴും അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിയുടെ വാല്യൂ എത്രയാണ്? 2. കറക്റ്റ്? ഓക്കെ. സോ ഇവിടെയും n/2 ഉണ്ട്, ഇവിടെ n/2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ. സോ വാട്ട് യു ഗെറ്റ് ഹിയർ? 4 പ്ലസ് അല്ലേ, ഇവിടെ 4 പ്ലസ് n-1 മൾട്ടിപ്ലൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2 അല്ലേ. 57 2s are right. So 57 multiplied by 2, 2 2s are 14. Okay, 1 5 2s are 10, 11. So 114, right? So 114 plus n-1 into 2. Correct? Now ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3നെ ബ്രാക്കറ്റിനുള്ളിൽ എടുക്കാം, ഈ 2നെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എടുക്കാം. സോ 4 പ്ലസ് 3n minus 3 is equal to 114 plus 2 multiplied by എത്രയാ? 2n minus 2. കറക്റ്റ്? ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ടേംസിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, അതുപോലെ നമ്പേഴ്സിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. കറക്റ്റ്? ഓക്കെ. സോ 3n ഇവിടെ ഇരിക്കട്ടെ. ഇത് 4 മൈനസ് 3 എത്രയാ? 1 ആണ്. പോസിറ്റീവ് 1 ആണ്. 4 പോസിറ്റീവും നെഗറ്റീവും 3യും. അപ്പോൾ 4 മൈനസ് 3 1 ഈസ് ഈക്വൽ ടു 114 മൈനസ് 2 അല്ലേ. 114 മൈനസ് 2 ചെയ്യുമ്പോൾ എത്ര? 2 112, റൈറ്റ്? സോ ഇത് രണ്ടും ഞാൻ എടുത്തു. അപ്പോൾ എത്രയാണ്? 112 പ്ലസ് 2n, റൈറ്റ്? ഇനി എന്നിൻ്റെ ടേംസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു n, ഇവിടെയാണ് ഒരു n. അപ്പോൾ 3n ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. ഈക്വൽ ടു 112 ആസ് ഇറ്റ് ഈസ്. ഈക്വൽ ടു n എന്താണോ കിടക്കുന്നത് അത് അതുപോലെ ഇടുക. പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ -1. സോ 3n മൈനസ് 2n എത്രയാ? 1n, വിച്ച് ഈസ് ഈക്വൽ ടു n. സോ 112 മൈനസ് 1 എത്രയാ? 111. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത് ചിൽഡ്രൻസ്? നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മൾ രണ്ട് സം ഓഫ് ഏതോ ഒരു n ടേംസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. സോ വി ഇക്വേറ്റഡ് ദ ഫോർമുലാസ്. ഓക്കെ, ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എ പിയിലാണെന്നറിയാം. അപ്പം നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂ കിട്ടും. From that we have solved this much and we got the value of n as 111. Okay, clear alle? Okay, so let's move to the next question. Okay, so the next question is sum of the first 3 terms of GP. Okay, first 3 terms of GP is അതായത് ആദ്യത്തെ 3 ടേംസിൻ്റെ GPയുടെ സം ആണ് തന്നിരിക്കുന്നത് 13/12. Okay, and their product is -1. Okay, so നമുക്ക് ഫസ്റ്റ് ടേം എന്തായിട്ട് എടുക്കാം? a/r ആയിട്ട് എടുക്കാം. സെക്കൻഡ് ടേം a ആയിട്ട് എടുക്കാം. തേർഡ് ടേം ഇത് നമ്മുടെ ടേംസ് ആണ്. ഓക്കെ, ടേംസ്. സോ ഫസ്റ്റ് ടേം a/r ആയിട്ട് എടുക്കുന്നു, സെക്കൻഡ് ടേം a ആയിട്ട് എടുക്കുന്നു, തേർഡ് ടേം ar ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് 3 ടേംസിൻ്റെ സം എന്താണ്? 13/12. സോ ഐ എം റൈറ്റിംഗ് ഹിയർ a/r പ്ലസ് a പ്ലസ് ar ഇസ് ഈക്വൽ ടു 13/12. ക്ലിയർ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? a കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ വെൻ ഐ എം ടേക്കിംഗ് a കോമൺ, വാട്ട് ഐ എം ഗെറ്റിംഗ് 1/r പ്ലസ് എയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? ഇവിടെ നമ്മൾ a എടുത്ത് കഴിയുമ്പോൾ 1 വരും, റൈറ്റ്? ഇനി ഇവിടെ ഓൾറെഡി a ഉണ്ട്, സോ r ഇസ് ഈക്വൽ ടു 13/12. കറക്റ്റ്? ഓക്കെ, അപ്പം നമുക്കിതൊരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP ആണ് 13/12. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഡക്റ്റും തന്നിട്ടുണ്ട് -1. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? a/r മൾട്ടിപ്ലൈഡ് ബൈ a മൾട്ടിപ്ലൈഡ് ബൈ ar ഇസ് ഈക്വൽ ടു എത്രയാണ്? -1. സമ്മും തന്നിട്ടുണ്ട്, പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആറും ഈ ആറും ക്യാൻസൽ ഓഫ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ a മൾട്ടിപ്ലൈഡ് ബൈ a സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ a എത്രയാണ്? a³, റൈറ്റ്? സോ a³ ഇസ് ഈക്വൽ ടു -1. ഇനി ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ എന്താ വരുന്നത്? -1 itself. So when you are taking the cube root of a, what you are getting? -1. Clear അല്ലേ? ഓക്കെ, സോ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ലേ? സി ഹിയർ -1. ഇൻസ്റ്റെഡ് ഓഫ് a I am writing okay +1 + r is equal to 13/12. So ഈ -1 ഇതിലേക്ക് എടുക്കുന്നേക്കാളും ബെറ്റർ ഓപ്ഷൻ what you can do is you can take this negative to the right side. So what you get? ഈ -1 പോകുമ്പം ഇവിടെ എന്ത് വരും? -13/12 കിട്ടും, റൈറ്റ്? So ഇനി what you have to do? You have to take the LCM of this part, right? So LCM എടുക്കുമ്പോൾ നമുക്ക് 6 ആണ് വരുന്നത്.
correct? Here 1, here 1, so 1 plus here 1 multiplied by r, so r plus here 1 multiplied by r, here also multiplied by r, so r square you will get. Okay, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി is equal to negative 13 by 12. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 12നെ ഇങ്ങോട്ടും ഈ ആറിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. So I am writing here, okay? So 12, since you are taking multiply ചെയ്യുമ്പോൾ ഇത്രയും ടേംസ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ബ്രാക്കറ്റിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റും. ഓക്കെ, സോ 1 plus r square is equal to, see here I have taken is equal to negative 13r. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ 12 multiplied by 1 is 12 plus 12r plus ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12r square is equal to negative 13r. Okay, so what do you get here? See, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആറിൻ്റെ ടേംസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. ഓക്കെ, സോ 12 പ്ലസ് 12r പ്ലസ് 12r സ്ക്വയർ മൈനസ് ഈ 13 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് 13r ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ കിട്ടും. അപ്പോൾ ഈ ഞാൻ ഈ 12r സ്ക്വയറിനെ അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇതിനിങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു 12r ഉണ്ട് 13r ഉണ്ട് അല്ലേ? 12r പ്ലസ് 13r. അപ്പോൾ 12 പ്ലസ് 13 എത്രയാണ്? 25 അല്ലേ? സോ 3 പ്ലസ് 2 5 25. സോ 12r സ്ക്വയർ പ്ലസ് 25r അല്ലേ? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തപ്പോൾ 25r കിട്ടി. പ്ലസ് ഇവിടെ ഒരു 12ഉം കൂടെ ഉണ്ട് ഈക്വൽ ടു 0. കറക്റ്റ്? ഓക്കെ, സോ ഐ എം ജസ്റ്റ് റബ്ബിങ് ഓഫ് ദിസ്. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇവിടെ ഒന്നും കൂടെ എടുത്ത് എഴുതുവാണ്. 12r square plus 25r plus 12 is equal to 0 അല്ലേ? ഇനി നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് കിട്ടിയത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ കിട്ടിയാൽ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ? സോ ഈ 25rനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? 16r പ്ലസ് 9r എന്ന് എഴുതിക്കൂടെ? ബിക്കോസ് ബൈ എന്തുകൊണ്ടാണ് 16? അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടൊക്കെ കിട്ടും അല്ലേ? 16 പ്ലസ് 9 എത്രയാണ്? 25 അല്ലേ? 9 പ്ലസ് 6 എത്രയാണ്? 15 1 25. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാല്യൂ മാറുന്നില്ല, ബട്ട് എന്താ നമുക്ക് കിട്ടുന്നത്? നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കോമൺ ടേംസും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും എടുക്കാൻ. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ്. എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? 16r പ്ലസ് 9r പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളെങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫൈൻഡ് ദ കോമൺ റേഷ്യോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എന്തെടുക്കാം? 4 എടുക്കാം, 4r എടുക്കാം. ബിക്കോസ് ഹിയർ r സ്ക്വയർ ആൻഡ് r. സോ 3r പ്ലസ് 4r, റൈറ്റ്? 3r പ്ലസ് 4r പ്ലസ് ഇവിടെ നമുക്ക് 9rഉം 12ഉം ആണ്. അപ്പം 9ഉം 12ഉം കോമൺ ആയിട്ട് പോകുന്ന ടേബിൾ ഏതാ? 3 ആണ്, റൈറ്റ്? സോ 3 പുറത്തെടുത്തു. ഇവിടെ 3r പ്ലസ് 4, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് 4r ഇവിടെ രണ്ടെടുത്തും നമുക്ക് കോമൺ ആയിട്ട് കിട്ടി. ഇതൊക്കെ നമ്മൾ 9th-ലും 10th-ലും ഒക്കെ പഠിച്ചതാണ്, റൈറ്റ്? ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3r പ്ലസ് 4r ഇസ് ഈക്വൽ ടു 0 കിട്ടും, 4r പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും ആറിന്. ഓക്കെ, സോ വി ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4r plus 3 is equal to 0. So what is the value of r children? rന്റെ വാല്യൂ എന്താ? 4r is equal to പോസിറ്റീവ് 3 ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് 3. r is equal to നെഗറ്റീവ് 3/4. കറക്റ്റ്? നെഗറ്റീവ് 3/4 അതാണ് നമ്മുടെ ഫസ്റ്റ് വാല്യൂ. അതായത് ഇതും എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. സിമിലർലി നെക്സ്റ്റ് എന്താണ്? 3r പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ 3r ഇസ് ഈക്വൽ ടു ഈ പോസിറ്റീവ് 4 അങ്ങോട്ട് പോകുമ്പോൾ എത്രയാ? നെഗറ്റീവ് 4. സോ ആറിൻ്റെ വാല്യൂ എത്രയാണ്? നെഗറ്റീവ് 4/3. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് r കിട്ടിയത്. വൺ ഇസ് നെഗറ്റീവ് 3/4 ആൻഡ് ദ അതർ ഈസ് നെഗറ്റീവ് 4/3. ഈ രണ്ട് വാല്യൂസ് അല്ലേ നമുക്ക് കിട്ടിയത്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ വാട്ട് ഈസ് ദിസ്? ഫൈൻഡ് ദ common ratio. We have got the value of r as negative 3/4 and negative 4/3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷൻ കണ്ടുപിടിക്കണം ഇതിന്. അപ്പോൾ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ A1ഉം A2ഉം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? A3 നമുക്ക് ടേംസ് അറിയാം, A/r, അതായത് ഫസ്റ്റ് 3 ടേംസിൻ്റെ ആണ് സമ്മും പ്രൊഡക്റ്റും തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം, റൈറ്റ്? അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
അപ്പോൾ നമുക്ക് R 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ വെൻ R is equal to -3/4. -3/4 ആകുമ്പോൾ ഫസ്റ്റ് ടേം എന്താ? A/R ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? A/R. ഓക്കെ, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A വിച്ച് യു ഹാവ് ഗോട്ട്? എയുടെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടി അല്ലേ? -1 അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തപ്പം ഇവിടെ ഇത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എയുടെ വാല്യൂ -1 കിട്ടിയില്ലേ? അതാണ് നമ്മുടെ എയുടെ വാല്യൂ. സോ -1/Rൻ്റെ വാല്യൂ എത്രയാണ്? -3/4. സോ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ്. സോ 1/3/4. ഇനി നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ കിട്ടണേ? 4/3. സോ വാട്ട് ഇസ് ദ ആൻസർ? 4/3. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയത് 4/3 ആണ്. ഓക്കെ, വെൻ വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ വാല്യൂ ഓഫ് R as -3/4. ഇനി നെക്സ്റ്റ് ടേം ഏതാ? സെക്കൻഡ് ടേം എന്താ? നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ A ആണ് നമ്മുടെ അല്ലേ? സെക്കൻഡ് ടേം ഇസ് A. എയുടെ വാല്യൂ എത്രയാ? -1. സോ ഇവിടെ നമ്മൾ -1 കൊടുത്തു. നെക്സ്റ്റ് തേർഡ് ടേം എന്താണ് നമ്മുടെ? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ AR. ഓക്കെ, AR ആണ് നമ്മുടെ തേർഡ് ടേം. ഓക്കെ, അപ്പോൾ A മൾട്ടിപ്ലൈഡ് ബൈ R, -1 മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് our children? -3/4. സോ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ്. സോ പോസിറ്റീവ് 3/4. സോ ആറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ? ആറിൻ്റെ വാല്യൂ -3/4 ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ GP എന്ന് പറയുന്നത് ഇതാണ്. ഏത്? 4/3. ഫസ്റ്റ് ടേം, second term is -1, third term is 3/4. Okay, similarly you have to find the value of R when it is equal to -4/3. Okay, -4/3. Okay, yeah, ബാക്കിയെല്ലാം ഞാൻ മായ്ച്ചു. ഇനി നമുക്ക് അതുപോലെ ആറിൻ്റെ വാല്യൂ ആദ്യം -3/4 ആയിരുന്നപ്പോൾ, ആറിൻ്റെ വാല്യൂ -3/4 ആയിരുന്നപ്പോൾ GP ഇതാണ് നമുക്ക് കിട്ടിയത്. സിമിലർലി ആറിന് വേറൊരു വാല്യൂ കൂടെ കിട്ടിയില്ലേ നമുക്ക്? -4/3. അപ്പോൾ എന്താ നമുക്ക് കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, A/R. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് A? സിമിലർലി 1 അല്ലേ? -4/3. സോ പോസിറ്റീവ് വരും. അപ്പോൾ 1/4/3. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/4 വരും. കറക്റ്റ് അല്ലേ? നെഗറ്റീവും പോസിറ്റീവ് ആവും. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ഹാവിങ് കൺഫ്യൂഷൻ ഹിയർ അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഈ 3 മുകളിലോട്ട് വരും, അപ്പോൾ 4 താഴോട്ട് വരും, അപ്പോൾ 3/4. അപ്പോൾ നമുക്ക് കിട്ടി നെക്സ്റ്റ് ഏതാ? 3/4 കോമ. ഇനി എയുടെ വാല്യൂ -1 തന്നെയായിരിക്കും, റൈറ്റ്? സോ -1. ഇനി A മൾട്ടിപ്ലൈഡ് ബൈ R അല്ലേ? A മൾട്ടിപ്ലൈഡ് ബൈ R എന്ന് പറയുമ്പം എയുടെ വാല്യൂ എത്രയാണ്? -1 മൾട്ടിപ്ലൈഡ് ബൈ -4/3. സോ പോസിറ്റീവ് 4/3. So positive 4/3. So this is when R is equal to -4/3. ഓക്കെ, അപ്പോൾ നമുക്ക് ആറിന് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 2 വാല്യൂസ് ഉള്ളപ്പം നമുക്ക് കിട്ടുന്ന GP ഇതാണ്, അക്കോർഡിംഗ് ടു ദ ടേംസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. കോമൺ റേഷ്യോ ആറിന് 2 വാല്യൂ ഉണ്ട്, -3/4ഉം -4/3ഉം. ഇനി ആറിന് 2 വാല്യൂ ഉള്ളപ്പോൾ നമുക്ക് 2 GPs കിട്ടും അല്ലേ? 2 പേരെയും കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 2 പേരും അതുപോലെ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ GP ആണ് ഇത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ next question. So next is the important question. Okay, very interesting and important question ആണിത്. Insert 5 numbers between 8 and 26 such that the resulting sequence in an AP. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, അർത്തമെറ്റിക് മീനിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 2 നമ്പേഴ്സ് തന്നിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഒരു നമ്പർ ആണെങ്കിൽ എന്തായിരുന്നു ഫോർമുല? A is equal to A plus B/2 അല്ലേ? ക്യാപിറ്റൽ A is equal to A plus B/2. ഇനി n നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞ ഫോർമുല? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? B മൈനസ് A ബൈ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? n+1. സോ A എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് നമ്പറും B എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് നമ്പറും അല്ലേ? ഇതാണ്. അപ്പോൾ 8ൽ നിന്നും 26 വരെ നമ്മൾ എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കണം? 5 നമ്പേഴ്സ് കണ്ടുപിടിക്കണം, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള 5 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ A, ഇതാണ് നമ്മുടെ B. ഓക്കെ, സോ D is equal to 26 minus 8 by n-ൻ്റെ വാല്യൂ എത്രയാണ്? ദിസ് ഇസ് മൈ n is equal to 5. എത്ര നമ്പേഴ്സ് ആണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ നമ്പറാണ് നമ്മുടെ n. ഓക്കെ, ക്ലിയർ? സോ 5 + 1 which is equal to D is equal to 18
by 6 which is equal to 3. 26 minus 8 എത്രയാണ്? 18 ആണ്. 18 by 6 എത്രയാണ്? 3 ആണ്. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എ പി എഴുതുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, പിന്നെ കിട്ടുന്ന ടേമിൻ്റെ കൂടെ ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, അങ്ങനെ അങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് 5 നമ്പേഴ്സ് വേണം, കറക്റ്റ്. അപ്പോൾ +3 ചെയ്യുമ്പോൾ എത്രയാണ്? 11. 11 കൂടെ +3 ചെയ്യുമ്പോൾ എത്രയാണ്? 14. 14 കൂടെ +3 ചെയ്യുമ്പോൾ എത്രയാ? 17. 17 + 3 is how much children? 20. ഓക്കെ, 20. ഇതാണ് നമ്മുടെ ഡി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇനി 20 + 3 ചെയ്യുമ്പോൾ എത്രയാണ്? 23. റൈറ്റ്? ഓക്കെ, അഗെയിൻ 26. വി ഹാവ് റീച്ച്ഡ്. ഓക്കെ, സോ 20 + 3 ആണ് 23. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടി? സോറി, നോട്ട് ടേംസ്, നമ്പേഴ്സ്. 1, 2, 3, 4, 5. സോ 11, 14, 17, 20 and 23 are the numbers. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പേഴ്സ്. സിമ്പിൾ അല്ലേ? എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് വായിക്കാം. ഫസ്റ്റ്, ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീരീസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ കേസസ് അല്ലെ, സ്പെഷ്യൽ സീരീസ്, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഹിയർ 1 നമ്മൾ എടുത്തു, ഇവിടെ ഞാൻ 2 എടുത്തു, ഓക്കെ, ഇവിടെ ഞാൻ 3 എടുത്തു. ഇതൊരു സീരീസ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ 2 ഞാൻ എടുത്തു, ഈ 2 എടുത്തു. നെക്സ്റ്റ് ഇസ് വാട്ട്? ഹിയർ 2, ദെൻ ഹിയർ 3. ഓക്കെ, നോട്ട് ദിസ് 3, ഇവിടുത്തെ 3 ആണ് നമ്മൾ ആദ്യം എടുത്തത്. ഓക്കെ, വൺസ് അഗൈൻ ഐ ടെൽ യു. ഇതാണ് ഫസ്റ്റ് 1, ഈ 2, ഈ 3, ഇത് 3 ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പം നോക്കിയേ, ഇത് എ പിയിലല്ലേ? 1 + 1 2, 2 + 1 is 3 അല്ലേ? അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എ പിയിലാണ്. ഓക്കെ, സോ 1 + 2 + 3 അപ് ടു n ടേംസ്. ഓക്കെ, ആദ്യത്തെ സെറ്റ് നമ്മൾ എടുത്തു. സിമിലർലി ഇനി ഇത് അല്ലേ, 2, 3, 4, ഇവിടെയും ഒരു പാറ്റേൺ ഉണ്ട്. എങ്ങനെയാണ് ചിൽഡ്രൻ? 2ൽ നിന്നും 3ലേക്ക് 1 ആണ്. 2 + 1 is 3, 3 + 1 is 4. ഓക്കെ, സോ 2 + 3, റൈറ്റ്? 2 + 3 + 4 അപ് ടു n ടേംസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഇൻഡിവിജ്വലി ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സം ടു n ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ an = നമ്മൾ പഠിച്ചൊരു ഫോർമുല ഉണ്ട്. an = a + n - 1 × d. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 1 minute. ഓക്കെ, യാ, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതിനെ എയുടെ വാല്യൂ നമുക്കറിയാം, 1 ആണെന്ന് അറിയാം അല്ലേ ഇവിടുത്തെ കേസിൽ. സോ 1 + എന്ത് വരും? n - 1. ഓക്കെ, n - 1ൻ്റെ വാല്യൂ നമുക്കറിയില്ല. ഡിയുടെ വാല്യൂ 2 - 1 അല്ലേ? e2 - a1 ആണ് ഡി. അപ്പോൾ 2 - 1 എത്രയാണ്? 1 ആണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, എന്താണ് നമുക്ക് കിട്ടിയത്? 1 + n - 1 × 1. ക്ലിയർ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്? സിമിലർലി ഇവിടെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? an കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പം an = a + n - 1 × d. So what is the value of a, children, here? a എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, സോ an = 2 + n - 1 നമ്മൾ ആസ് ഇറ്റ് ഇസ് വി ആർ കീപ്പിംഗ്. ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ കോമൺ ഡിഫറൻസ് ഹിയർ? 3 - 2. 3 - 2 എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ വി ആർ റൈറ്റിംഗ് ഹിയർ. സോ 2 + n - 1 അല്ലേ? ഇനി നമ്മൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, 1 + 1 × n, 1n, so which is n itself. 1 × 1 is -1. Okay, here also 2 + എന്താണ്? 1 × n എത്രയാണ്? n - 1. ക്ലിയർ? അപ്പം നമ്മൾ ആദ്യം ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് എടുത്തു ഓരോരുത്തരെയും, എന്നിട്ട് an വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ചെയ്തു. ബിക്കോസ് നമുക്ക് സം ടു n ടേംസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സം ടു n ടേംസ് നമ്മൾ പഠിച്ച ഫോർമുല n എന്ന ഫോമിൽ കിട്ടിയാൽ, n² കിട്ടിയാൽ, n³ കിട്ടിയാൽ, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം n, ഇനി ഇവിടെ എന്ത് വരും? 2 - 1 എത്രയാ? 1 ആണ് അല്ലേ? അപ്പോൾ n - 1 അല്ലേ? സോറി, n + 1 അല്ലേ? 2 - 1 പോസിറ്റീവ് ആണ് അല്ലേ? 2 - 1 എത്രയാണ്? 1 ആണ്. സോ n + 1. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് കിട്ടിയത്
n multiplied by n plus 1. ഇതിനെ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഹിയർ ചിൽഡ്രൻ, n സ്ക്വയർ പ്ലസ് n അല്ലേ, n സ്ക്വയർ പ്ലസ് n. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സം ടു n ടേംസ് കണ്ടുപിടിക്കാം, ബിക്കോസ് വി ഹാവ് ഫോർമുല റൈറ്റ്. ഓക്കെ, സോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, സിഗ്മ n സ്ക്വയർ, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സിഗ്മ n സ്ക്വയർ പ്ലസ് സിഗ്മ n. ഇനി നമ്മൾ പഠിച്ച ഫോർമുല ഉണ്ട് അല്ലേ, ഫോർമുലയൊക്കെ എഴുതണം. n സ്ക്വയറിൻ്റെ ഫോർമുല എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, n മൾട്ടിപ്ലൈഡ് ബൈ 2n പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 6. ഇതാണ് നമ്മുടെ n സ്ക്വയറിൻ്റെ ഫോർമുല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി എന്നിൻ്റെ എന്താ, n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2. ഓക്കെ, ക്ലിയർ. അപ്പോൾ n സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതും, എങ്ങനെ എഴുതും പറഞ്ഞേ, n മൾട്ടിപ്ലൈഡ് ബൈ 2n പ്ലസ് 1 n പ്ലസ് 1 ബൈ 6. റൈറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പ്ലസ് ആസ് ഇറ്റ് ഈസ്. ഇനി എന്നിന് നമ്മൾ എങ്ങനെ എഴുതണ്ടേ, n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമ്മൾ കോമൺ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഇവിടെ n ഉണ്ട്, n പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ എന്തൊക്കെ വരും, n-ഉം n പ്ലസ് 1-ഉം ഞാൻ പുറത്തോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 6-ഉം 2-ഉം, 6-ഉം 2-ന്ന് 2-ഉം ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് വരും, n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എന്താണ് ഇവിടെ റിമൈനിങ്, n-ഉം n പ്ലസ് 1 ഓൾറെഡി ഞാൻ എടുത്തു. ഇനി ബാക്കി എന്താ റിമൈനിങ്, 2n പ്ലസ് 1 അല്ലേ, 2 ഓൾറെഡി ഇവിടെ എടുത്തു. അപ്പോൾ ഇവിടെ എന്താണ് ബാലൻസ് ആയിട്ടുള്ളത്, 3 ആണ് ഉള്ളത്. റൈറ്റ്, സോ n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2-ൽ 2n ബൈ 3 എന്നാലല്ലേ 3 2s are 6 ആവുള്ളൂ, പ്ലസ് ഓൾറെഡി n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 നമ്മൾ ഓൾറെഡി എടുത്തു, ബൈ 2 ഓൾറെഡി എടുത്തു. അപ്പോൾ അവിടെ എന്ത് വരും, 1 വരും. ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 വരും. ഇത്രയും മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ എഴുതുവാണ്, LCM വരുമ്പോൾ n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2. ഓക്കെ, ഹിയർ ഇഫ് ഐ ആം ടേക്കിംഗ് LCM 3 ആയിട്ട് LCM എടുക്കുമ്പോൾ ഈ 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, 3 ഇങ്ങോട്ട് പോകും. അപ്പോൾ എങ്ങനെ വരും, 3 ഇവിടെ വന്നു, 2n പ്ലസ് 1 ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഹിയർ യു ആർ മൾട്ടിപ്ലൈങ് ഇറ്റ് വിത്ത് 3. സോ വാട്ട് യു ഗെറ്റ് 3 അല്ലേ, ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്. നോക്കിക്കേ, 3 ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 2n പ്ലസ് 1 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്പേഴ്സിനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 ബൈ 2, 2n പ്ലസ് 3 പ്ലസ് 1 എത്രയാ, 4 ബൈ 3. കറക്റ്റ്. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1. ഇനി നമുക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമോ നോക്കാം. മാക്സിമം കോമൺസിനെ പുറത്തെടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഈസി വേ യു ക്യാൻ ഡു. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ഹിയർ, സോ n പ്ലസ് 1 ബൈ 2, 2n പ്ലസ് 4 ബൈ 3. ഓക്കെ, ഇവിടെ എനിക്ക് 2 കോമൺ ആയിട്ട് എടുത്തുകൂടെ, അപ്പോൾ എനിക്ക് n പ്ലസ് 2 കിട്ടും. കറക്റ്റ് അല്ലേ, 2ൻ്റെ ടേബിൾ 2 1 ടൈം, 4 2 ടൈംസ്. ഓക്കെ, സോ n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1, 2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ n പ്ലസ് 2 ബൈ 3. നോക്കിക്കേ, n ആണ് 2 ആണ് ഞാൻ പുറത്തെടുത്തത്. അപ്പോൾ n വരും, പ്ലസ് 2 2s are 4. കറക്റ്റ്. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഇനി ഈ 2നെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും, 2, ഈ 2 ഈ 2 അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സി, ദിസ് 2 ആൻഡ് ദിസ് 2 ക്യാൻ ബി ക്യാൻസൽഡ് ഓഫ്. സോ വാട്ട് യു ഗെറ്റ്, n മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ n പ്ലസ് 2 ബൈ 3. റൈറ്റ്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ. അപ്പോൾ എന്താ നമ്മൾ ഫസ്റ്റ് ചെയ്തത്, ഓരോ ടേംസിനെയും ഒറ്റയ്ക്കായിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്കായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ an എന്ന ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്തു അല്ലേ. an വെച്ച് ഫോർമുല ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് സം ടു n ടേംസ് ഫോർമുലയിലേക്ക് കിട്ടി. സം ടു n ടേംസ് ഫോർമുലയിലേക്ക് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഈ എക്സെപ്ഷണൽ കേസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ. If the sum of first n terms of an AP arithmetic progression is Sn, നമുക്ക് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP നമുക്ക് തന്നിരിക്കുന്ന ഫോർമുലയാണിത്. Sn is equal to nx plus half n multiplied by n minus 1
y where x and y are constants. x ഉം y ഉം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, സോ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് S1 ആൻഡ് S2. അപ്പോൾ S1 കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ആണ് അല്ലേ? നമുക്കറിയാം എന്നിന് പകരമാണ് 1 വന്നിരിക്കുന്നത്, എന്നിന് പകരമാണ് 2 വന്നിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Sn is equal to nx plus half, നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുകയാണ്, -1y. ഓക്കെ, അപ്പോൾ 1 S1 ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് മീൻസ് ദ വാല്യൂ ഓഫ് n is equal to 1. സോ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ. ഓക്കെ, സോ S1 is equal to n multiplied by x. എന്നിൻ്റെ വാല്യൂ എന്താണ്? x മൾട്ടിപ്ലൈഡ് ബൈ കോൺസ്റ്റൻറ്റ്. x എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, പ്ലസ് 1/2 n മൾട്ടിപ്ലൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഹിയർ ഓൾസോ എന്നിൻ്റെ വാല്യൂ 1 ആണ്, -1y. ക്ലിയർ? ഓക്കെ, സോ S1 is equal to എന്താണ് നമുക്ക് കിട്ടുന്നത്? 1 into x എത്രയാണ്? x തന്നെ, സിമ്പിൾ. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് നോക്കിക്കേ, 1/2 into 1 is 1. 1 minus 1 is 0. So any number multiplied by 0 എന്താ? 0 ആണ്. അപ്പോൾ ഈ ഫുൾ ടേം വാനിഷ് ആയി പോവും അല്ലേ? ഫുൾ ടേം വാനിഷ് ആയി പോവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? S1ൻ്റെ വാല്യൂ x ആണ് നമുക്ക് കിട്ടുന്നത്. സോ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് വൺ? S1 is x. സിമിലർലി S2 കണ്ടുപിടിക്കണം. S2 കണ്ടുപിടിക്കുമ്പോഴും ഈ സെയിം ഫോർമുല ഒന്നും കൂടെ ജസ്റ്റ് എഴുതുവാണ്. അപ്പം nx പ്ലസ് ഹാഫ് n മൈനസ് 1y അല്ലേ? അപ്പോൾ S2ൻ്റെ വാല്യൂ എന്നിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം, റൈറ്റ്? സോ S2 is equal to n x ആണ്, n മൾട്ടിപ്ലൈഡ് ബൈ x. അപ്പോൾ 2 മൾട്ടിപ്ലൈഡ് ബൈ x വിച്ച് മീൻസ് 2x, റൈറ്റ്? പ്ലസ് 1/2 എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2 minus 1y. So this 2 and this 2 get cancel off, and what do you get? S2 is equal to 2 plus ഈ 2 ക്യാൻസൽ ആയി പോയി. അപ്പോൾ യു വിൽ ഗെറ്റ് 1 അല്ലേ? അപ്പോൾ 2 minus 1 എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 2x ആണ് ഇവിടെ. ഓക്കെ, 2x plus y. സി 2x ഇങ്ങനെ തന്നെ വരും, പ്ലസ് ഈ ഹാഫും കട്ടായി പോവും. അപ്പോൾ 2 2 കട്ടായി പോവും. 2 minus 1 എത്രയാ? 1. 1 മൾട്ടിപ്ലൈഡ് ബൈ y എത്രയാ? y. അപ്പോൾ ഇതാണ് നമ്മുടെ S2. അപ്പോൾ S1 കിട്ടി, S2 കിട്ടി. സോ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ. ഓക്കെ, S1 is equal to x ഉം S2 is equal to 2x plus y. ക്ലിയർ? ഈസി അല്ലേ? ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ തന്നെ നമുക്ക് സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്തത്. Okay, so let's read the question. First term and common difference. First term കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം S1 is same as A1 അല്ലേ? ഫസ്റ്റ് ടേം എന്താ? A1 ആണ് അല്ലേ? അപ്പോൾ S1 is same as A1 എന്ന് പറഞ്ഞാൽ S1ൻ്റെ വാല്യൂ എന്താണ്? x ആണ്. അപ്പോൾ A1ൻ്റെ വാല്യൂ എന്തായിരിക്കും? x ആണ്. ഈസി കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതൊരു ട്വിസ്റ്റ് ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും കോമൺ ഡിഫറൻസ്? നമുക്കറിയാം S2 എന്ന് പറഞ്ഞാൽ എന്താ? A1 പ്ലസ് A2 അല്ലേ? S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 പ്ലസ് A2 അല്ലേ? അപ്പോൾ S2 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, A1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. A2 കണ്ടുപിടിച്ചാലല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. കോമൺ ഡിഫറൻസ് എന്താ? A2 മൈനസ് A1 അല്ലേ? അപ്പോൾ S2ൻ്റെ അവിടെ S2ൻ്റെ വാല്യൂ തന്നെ ഞാൻ കൊടുക്കുവാണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. A1ൻ്റെ വാല്യൂ എന്താണ്? x ആണ്. ഓക്കെ, A2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. A2 മൈനസ് A1. A1 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, x ആണെന്ന്. ക്ലിയർ? ഓക്കെ, സോ 2x പ്ലസ് y is മൈനസ് എക്സ് അല്ലേ? A2 കണ്ടുപിടിക്കുമ്പോൾ A2നെ ഒറ്റയ്ക്ക് നിർത്തണം. x പോസിറ്റീവ് ആണ്, സോ ഐ എം ടേക്കിംഗ് ഇറ്റ് ടു ദ ലെഫ്റ്റ് സൈഡ്. സോ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു A2 അല്ലേ? അപ്പോൾ 2x മൈനസ് എക്സ് എത്രയാ? x അല്ലേ? 2xും ഇത് 1x ആണ്. അപ്പോൾ 2 മൈനസ് 1 1. സോ x പ്ലസ് y ആണ് നമ്മുടെ A2. അപ്പോൾ A2ഉം കിട്ടി, A1ഉം കിട്ടി. ഇനി സിമ്പിൾ അല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ? എങ്ങനെ കണ്ടുപിടിക്കും? D is equal to A2 മൈനസ് A1 അല്ലേ? A2ൻ്റെ വാല്യൂ എന്താണ്? x പ്ലസ് y മൈനസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് A1 ചിൽഡ്രൻ? x. ഓക്കെ, so here this and this x gets cancelled. Why? Because this is positive and this is negative. So what is the value of common difference? y d യുടെ വാല്യൂ എന്താണ്? y ആണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? x ആണ്. പിന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്താണ്?
y ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ബിക്കോസ് S1 is same as A1, ബട്ട് ദ സെക്കൻഡ് ടേം S2 അതായത് A2 കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ A2 മൈനസ് A1 അല്ലേ, A2 കണ്ടുപിടിക്കണമെങ്കിൽ S2 is equal to A1 പ്ലസ് A2. അപ്പോൾ A1 ഓൾറെഡി അറിയാം, A2 അറിയില്ല, S2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A2 കണ്ടുപിടിച്ചു. ഇനി D എന്ന് പറയുന്നത് A2 മൈനസ് A1 ആണ്, അതുപോലെ നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ക്ലിയർ? അപ്പോൾ എയും കിട്ടി ഡിയും കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം A1 is equal to, ഓക്കെ, ഈ ആൻസർ എഴുതാം A1 is equal to X and D is equal to Y. Okay, clear? So let's move to the third subpart of the question. The nth term കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? An is equal to A plus n minus 1 into D. So what is the value of A here? Okay, 1 minute. Sorry. Okay, എയുടെ വാല്യൂ എന്താണ്? എക്സ് ആണ് നമ്മുടെ എയുടെ വാല്യൂ. സോ An is equal to എക്സ് പ്ലസ് എൻ മൈനസ് 1. ഡിയുടെ വാല്യൂ എന്താ? വൈ. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എക്സ് ആൻഡ് വൈ ആർ കോൺസ്റ്റൻസ്. അതുപോലെ അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഓൾ ദീസ് questions. Okay, by this we are coming to the end of this session. I hope it will be very very useful for you guys. Okay, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ തിയറി പാർട്ട് പഠിച്ചിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ട്രൈ ചെയ്യുക. Okay, thank you.